ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ലെവൽ ക്രോസ് ജീത്തു ജോസഫിന്റെ ശിഷ്യനായ അർഫാസ് അയ്യൂബ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഇതിന്റെ കഥ അർഫാസ് അയ്യൂബിന്റെ തന്നെയാണ്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അർഫാസ് അയ്യൂബും ആദം അയ്യൂബും ചേർന്നാണ്. ഇതൊരു സർറിയൽ സൈക്കോളജിക്കൽ ഡ്രാമ ചിത്രമാണ്. ചിത്രത്തിന്റെ കഥയിലേക്ക് വരുമ്പോൾ, വിജനമായ ഒരു മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലെവൽ ക്രോസിൽ ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യുന്ന രഘു എന്ന കഥാപാത്രമായിട്ടാണ് ആസിഫ് അലി ഇതിൽ വേഷമിടുന്നത്. മനുഷ്യരുമായിട്ട് ബന്ധമില്ലാതെ വർഷങ്ങളോളം ജീവിച്ചു വന്ന രഘുവിന് ഒരു പ്രാകൃത രൂപവും ഒരു പ്രാകൃത ജീവിത രീതിയുമാണ്. അയാൾ എന്നും അതിരാവിലെ എണീറ്റ് ട്രെയിനുകൾക്ക് സിഗ്നൽ കൊടുക്കാൻ തുടങ്ങും. അതിന്റെ ഇടയ്ക്കുള്ള ഒഴിവു സമയങ്ങളിൽ അയാൾക്ക് ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട്. ആ കൃഷിക്കും അയാളുടെ ദിനചര്യകൾക്കുമെല്ലാം ആവശ്യമായ ജലം ലഭിക്കുന്നത് സിഗ്നലിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അയാളുടെ മുറിയിൽ നിന്നും ഒരുപാട് ദൂരം അകലെയുള്ള ഒരു കിണറ്റിൽ നിന്നാണ്. അത്രയും ദൂരം നടന്നു പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. പിന്നെ അയാൾക്ക് എപ്പോഴും സന്തത സഹചാരിയായി കൂടെ ഒരു കഴുതയും കാണും. ആ കഴുതയോട് അയാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സിനിമ ഒരു സർറിയൽ സൈക്കോളജിക്കൽ എന്നുള്ള ഘടകം നിലനിർത്ത തന്നെ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈല് ഒരു ആർട്ട് ഫിലിമിന്റെ രീതിയിലാണ്. നമ്മൾ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെയും ഇംബൻ മർമൻ, ആന്ദ്രേ താർക്കോസി അങ്ങനെയുള്ളവരുടെയൊക്കെ സിനിമ കാണുന്ന ഒരു ആർട്ട് ഫിലിം സ്റ്റൈലിലാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ പേസ്ഡിലാണ് പടം പോകുന്നത്. പിന്നെ ഒരുപാട് ഉള്ളിലേക്ക് ചിന്തിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിജനമായ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ലെവൽ ക്രോസ്, അവിടെ വർഷങ്ങളായി ഒറ്റപ്പെട്ട് താമസിക്കുന്ന രഘു എന്ന കഥാപാത്രം. അയാൾക്ക് കൂടെയുള്ളത് ഒരു കഴുത. അയാൾ ആ കഴുതയോടാണ് സംസാരിക്കുന്നത്. അയാൾക്ക് ജലം ലഭിക്കണമെങ്കിൽ, വെള്ളം ലഭിക്കണമെങ്കിൽ ഒരുപാട് ദൂരം അകലെ നടന്നു പോകണം. ഈ ജലം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാം ഈ രഘു എന്ന കഥാപാത്രത്തിന്റെ മാനസിക അവസ്ഥയാണ് സംവിധായകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ജലം കിട്ടാനായി അകലെ ദൂരം പോകുന്നതിനെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും കിട്ടാനായി അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് ഒരുപാട് ദൂരം അകലെയാണ്. പിന്നീട് ഇയാൾ കഴുതയോട് സംസാരിക്കുന്നതിന്റെ സൂചന എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്കൊരു തുണ വേണമെന്ന് ഇയാൾക്കുള്ളിൽ വളരെയധികം ആഗ്രഹമുണ്ട്. അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാര്യ, ഒരു കൂട്ട് അയാൾക്ക് വേണമെന്ന് അയാൾ വളരെയധികം ആഗ്രഹിക്കുന്നു. പക്ഷെ അത് അയാൾക്ക് കിട്ടുന്നില്ല, അയാൾക്കില്ല. അതിന്റെ ഒരു മാനസിക അസ്വസ്ഥത എന്തുമാത്രം അയാളെ കുഴപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഒരു കഴുതയോട് അയാൾ സംസാരിക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമ പെട്ടെന്ന് തന്നെ കാണിക്കുന്നത് ഒരു ട്രെയിൻ മുന്നോട്ട് പോവുകയും ആ ട്രെയിനിൽ നിന്നും ഒരു പെൺകുട്ടി താഴെ വീഴുകയും ചെയ്യുന്നതായിട്ടാണ്. താഴെ വീണ് ബോധം പോയ ആ പെൺകുട്ടിയെ രഘു ചെന്ന് എടുത്ത് തന്റെ മുറിയിൽ കൊണ്ടുപോയി പരിചരിക്കുന്നതിനിടെ ബോധം തിരിച്ചു വന്ന ആ പെൺകുട്ടി രഘുവിനോട് പറയുന്നു, എന്റെ പേര് ഷെയ്ത്താലി എന്നാണ്. ചിൻഡോ എന്ന തന്റെ ഭർത്താവിന്റെ പീഡനം സഹിക്ക വയ്യാതെയാണ് താൻ ട്രെയിനിൽ നിന്നും എടുത്ത് ചാടിയത് എന്ന് അവൾ പറയുന്നു. അയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് താൻ അങ്ങനെ ചെയ്തു എന്നും ഇവൾ രഘുവിനോട് പറയുന്നു. ഈ ഷെയ്ത്താലി എന്ന കഥാപാത്രം ഒരു ചുവന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ ചുവന്ന വസ്ത്രം പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും ബിംബമായി സംവിധായകൻ ഇവിടെ അവതരിപ്പിക്കുന്നതായിട്ട് തോന്നി. പിന്നീട് രഘുവും തന്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ഈ ലെവൽ ക്രോസിൽ വന്ന് എത്തിയതെന്നും തന്റെ ജീവിതത്തിൽ മുൻപുണ്ടായ ജീവിത സാഹചര്യങ്ങളും താൻ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്നുള്ള സത്യവും ഈ ഷെയ്ത്താലിയോട് രഘു തുറന്നു പറയുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ശൂന്യതയിലായിരുന്ന രണ്ടുപേരും, ഷെയ്ത്താലിയും രഘുവും, ആ ലെവൽ ക്രോസിൽ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി രണ്ടുപേരും പയ്യെ പയ്യെ അടുക്കുകയും പ്രണയത്തിലാവുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഷെയ്ത്താലിയുടെ ഭർത്താവായ ഷിൻഡോ ഈ ലെവൽ ക്രോസിലേക്ക് വരികയാണ്. ഈ ഷിൻഡോയും കൂടി വന്നു കഴിയുമ്പോൾ അയാളും ഒരു കഥ പറയുന്നു. അങ്ങനെ 3 പേരും പറയുന്ന കഥ മൊത്തത്തില് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ വല്ലാണ്ടധികം കൺഫ്യൂസ്ഡ് ആകുന്നു. ഇതിലേതാണ് സത്യം, ആര് പറഞ്ഞതാണ് ശരി, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ കാണുന്ന ഓരോ പ്രേക്ഷകനിലും വളരെ
വ്യക്തതയോടുകൂടി ആവിഷ്കരിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സത്യം എന്നുള്ളതിന്റെ ചുരുളഴിയുന്നത് ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സിൽ ഒരു മികച്ച ട്വിസ്റ്റോട് കൂടി ഇതിന്റെ എല്ലാം ചുരുളഴിയുകയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് പാശ്ചാത്യ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അക്കീറ കുറോസവയുടെ റാഷോമോൻ എന്ന സിനിമയാണ്. ആ റാഷോമോൻ എന്ന സിനിമയുടെ ഒരു കഥാഗതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമയും കഥ മുന്നോട്ട് പോയതായിട്ട് എനിക്ക് തോന്നുന്നു. അതിലും ഇതുപോലെ തന്നെ പലരും വന്ന് പല കഥകളും പറയുന്നു. അതിൽ ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കഥയാണത്. അതുമായിട്ടൊരു ചെറിയ ബന്ധമുള്ള പോലെ തോന്നി. പക്ഷെ അതൊരിക്കലും പൂർണ്ണമായിട്ട് കോപ്പി അടിച്ചതായിട്ട് തോന്നിയിട്ടില്ല. തനതായിട്ടുള്ള ശൈലിയിലുള്ള ഒരു മേക്കിങ്ങും അതുപോലെ തന്നെ മികച്ച തിരക്കഥയും തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കണ്ടപ്പം അനുഭവപ്പെട്ടത്. പിന്നെ ഇത് ഒരു എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല. ഇത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ സ്ലോ പോയിസൺ എന്നൊക്കെ പറയാതെ അതുപോലെ വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഏകദേശം ഒരു ഇന്റർവെൽ എത്താറാകുമ്പോൾ ഒരു അന്യ ട്വിസ്റ്റ് വരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫും ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വലിയ 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 ട്വിസ്റ്റുകളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ, ഒരു സർറിയൽ സൈക്കോളജിക്കൽ ഡ്രാമ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ ചിത്രത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. അതില് ഈ ചിത്രത്തിന് തന്നെ ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് തോന്നിയത് ആസിഫ് അലി എന്ന നടന്റെ മികച്ച പ്രകടനം തന്നെയാണ്. ആ ഒരു കഥാപാത്രം വളരെ തന്മയത്വത്തോടുകൂടി പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാകൃത രൂപത്തിലുള്ള അയാളുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ഉള്ള ആ മൂമെന്റ്, അതോടൊപ്പം തന്നെ അയാളുടെ പൂർവ്വകാലം കാണിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മേക്ക് ഓവറും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ക്ലോസ് ഷോട്ടുകൾ ഉള്ള സിനിമയാണിത്. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ എക്സ്പ്രഷനുകൾ വളരെയധികം ക്ലോസ് ഷോട്ടുകളിൽ ഒരുപാട് എടുത്തിട്ടുണ്ട്. അവിടെ എഡിറ്റർക്ക് കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം ഒരു തരി പോലും തന്റെ കയ്യിൽ നിന്ന് പോകാതെ ആ കഥാപാത്രത്തോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് ആസിഫ് അലി ഈ വേഷം ചെയ്തിരിക്കുന്നത്. ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ നിസ്സംശയം പറയാം. പിന്നെ അമല പോളിന്റെ കരിയറിലെ അമല പോൾ ഇതേവരെ ചെയ്ത വേഷങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷമാണ് ഷെയ്താലി എന്ന ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടർ. അവരുടെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസും പ്രത്യേകിച്ച് ആ ചുവന്ന വസ്ത്രം ധരിച്ച് അവര് വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അവരെ കാണുമ്പോൾ ഉള്ള ഒരു ഒരു ഫീൽ ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പെർഫോമൻസും എല്ലാം ഗംഭീരമായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ കുറച്ചു നേരെ ഉള്ളെങ്കിലും ഷറഫുദ്ദീൻ ചെയ്ത ഷിൻഡോ എന്ന കഥാപാത്രം ഒട്ടും മോശമാക്കാതെ ഒട്ടും വെറുപ്പിക്കാതെ വളരെ കൃത്യതയോടുകൂടി തന്നെ ഷറഫുദ്ദീനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സിനിമയുടെ കഥാഗതിക്ക് മൊത്തത്തിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഛായാഗ്രാഹകൻ അപ്പു പ്രഭാകറാണ്. പുള്ളിക്കൊരു ഹാറ്റ്സ് ഓഫ്. പിന്നെ മികച്ചു നിന്ന് എഡിറ്റിംഗ് ആണ്. ദീപു ജോസഫാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിങ് ആണ്. ചില ഭാഗത്തൊക്കെ വളരെ ഷാർപ്പ് കട്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ക്യാരക്ടറുകൾ ഇപ്പോൾ ക്ലോസ് ഷോട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ചില ഭാഗങ്ങളിൽ ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊരു മൈന്യൂട്ട് ഒരു എക്സ്പ്രഷൻ ഒരു ഡീവിയേഷൻ വരുമ്പം തന്നെ അവിടെ കട്ട് ചെയ്ത പ്ലേസ് ചെയ്ത് വേറൊരു സീൻ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അത് പക്കയാണ്. ഓരോ സീനിനും അനുയോജ്യമായിട്ടുള്ള വളരെ മികച്ചതായിട്ടുള്ളൊരു പശ്ചാത്തല സംഗീതം ഒരുക്കിയ വിശാൽ ചന്ദ്രശേഖർ. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിന് മുമ്പുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ അമല പോളിൻ്റെ ഒരു സീനുണ്ട്. ഒരു മുകളിലത്തെ നിലയിൽ ഈ ഷറഫുദ്ദീൻ അവളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഉള്ളൊരു സീനുണ്ട്. അത് ക്യാമറ ഒരിച്ചിരി ചെരിച്ചൊക്കെ വെച്ചൊരു എടുത്തൊരു സീനാണ്. അതിൻ്റെ അകത്ത് ഈ വിശാൽ ചന്ദ്രശേഖർ ഒരുക്കിയ ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. അത് സൂപ്പറായിരുന്നു. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയദേവൻ ചക്കാലത്താണ്. ജയദേവൻ ചക്കാലത്തിൻ്റെ സൗണ്ട് മിശ്രിതം അടിപൊളിയായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ ട്രെയിൻ പോകുന്നതും അതുപോലെ തന്നെ ആ മരുഭൂമി പോലുള്ള സ്ഥലത്ത് ഉള്ള ആ ഒരു നിശബ്ദതയും അതിൻ്റെ ഇടയ്ക്ക് കാറ്റ് വരുമ്പം ഈ മണൽത്തരികൾ ഇങ്ങനെ പറക്കുന്നതും അവിടെയുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളെല്ലാം വളരെ ഡീറ്റെയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ടെക്നിക്കൽ വശങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ആ കൂടി ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്നാന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് അതൊരു പാട്ടുണ്ട്.
ആ പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കണ്ട പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ മൊത്തത്തിൽ ആ കണ്ട മൂഡ് നഷ്ടപ്പെടുത്തിയൊരു അവസ്ഥയായിരുന്നു. ആ പാട്ട് അവിടെ വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നി. കാരണം എനിക്ക് അത്രയും ഭയങ്കര ക്ലീഷ ഫീലാണ് എനിക്ക് തോന്നിയത്. അതെനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്പാനിഷ് സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പം അവർ ഒത്തിരി പൈസ മുടക്കി ചെയ്യുന്നു. ഇവിടെ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ ഒരു മൂഡ് സാധനം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ക്രിയേറ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പം അതൊരു നല്ലൊരു അവതരണ മികവായിട്ട് തന്നെ എനിക്ക് തോന്നി. മൊത്തത്തിൽ സിനിമ കൊള്ളാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലോ പേസ്ഡ് ഒരു സൈക്കോളജിക്കൽ ഡ്രാമ, അതുപോലെ തന്നെ മൈൻഡ് ട്വിസ്റ്റിംഗ് ഡ്രാമ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കാവുന്നൊരു സിനിമയാണ്. അല്ലാത്തവർ ഇതിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. വിൻറ്റേജ് സൂമിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.